ഗോപി, ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആവർത്തനങ്ങളിൽ ഒരു മടുപ്പും തോന്നാത്ത ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയാം. എത്ര ഈ പറയുന്നത് ഈ ചടങ്ങുകൾ മാത്രമാണ് എല്ലാ വർഷവും നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഒന്നിനു പിറകെ ഒന്നായി ഈ ചടങ്ങുകൾ നടക്കുമ്പോഴും അവിടെ ഈ ലക്ഷങ്ങൾ എത്തുന്നു കാണാൻ എന്നുള്ളതാണ് ഈ പൂരത്തിനെ അതിൻ്റെ പ്രൗഢി അതെത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഘടകപൂരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന പൂരങ്ങൾ, അതിൻ്റെ പിറകെ ഓരോ ഇടങ്ങളിലെയും ഓരോ ദേശങ്ങളിലെയും ആൾക്കാർ വരുന്നു. അവരാണ് ഓരോ ചെറുപൂരങ്ങളായി വരുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയുള്ള ഓരോരുത്തരും ഓരോ പൂരമായി മാറുന്നു എന്നുള്ളതാണ്. പല ദേശങ്ങളിൽ നിന്നും എത്തുന്ന ആൾക്കാർ അവർ സൗഹൃദ സംഘങ്ങളായി വരുന്നു, കുടുംബങ്ങളും ഒത്തുവരുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ മറ്റ് അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം യഥാർത്ഥത്തിൽ ഈ പൂരനഗരിയിലേക്ക് എത്തുമ്പോൾ അവരും എല്ലാം ഒരു ചെറു പൂരമായി മാറുന്നു. അങ്ങനെ അവിടെ എല്ലാം ഒരു വലിയ പുരുഷാരമായി മാറുന്നു. അവരെല്ലാം ഓരോ പൂരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തരും അവിടെ എത്തുമ്പോൾ സ്വയം പൂരമായി മാറുന്ന ഒരു ഉത്സവം. അങ്ങനെയെങ്കിൽ അത്തരം ഒരു ഉത്സവം ലോകത്തിൽ അത് തൃശ്ശൂരിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇപ്പോൾ നേരത്തെ ഗോപി പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിന് ചില ഐതിഹ്യങ്ങളും ചില കഥകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാർ അവർ സഹോദരികളാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഈ പൂരമായി വരുന്നു, ഓരോ ക്ഷേത്രങ്ങളിലെയും പൂരമായിട്ട് വരുന്നു. ഇനിയിപ്പോൾ അവർ ഈ വടക്കുന്നാഥൻ്റെ വണങ്ങി തിരികെ ഇറങ്ങി പിന്നീട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ സഹോദരിമാർ തമ്മിൽ കാണുന്നു എന്നുള്ളതാണ് അതിന് ഐതിഹ്യമായി പറയുന്നത്. അവരെ സന്നിധിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, പിന്നെ അതിന് വടക്കുനാഥൻ നിശബ്ദ സാക്ഷിയായി മാറുന്നു എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അതിന് പിന്നിലുണ്ട്. അതിനുശേഷം, അതായത് നാളെ നടക്കാൻ പോകുന്നത് പകൽപൂരമാണ്. അങ്ങനെ ആ പകൽപൂരവും കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർ ഉപചാരം ചൊല്ലി പിരിയുന്നു. ഇതാണ് ഈ പൂരത്തിൻ്റെ ഒരു ആകെ തുക എന്ന രീതിയിൽ പറയാം. എന്തായാലും 2 നൂറ്റാണ്ട് പഴക്കമുണ്ട് ഈ ഐതിഹ്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്കുമെല്ലാം എന്നാണ് നമ്മുടെ ഈ ചരിത്രകാരന്മാരൊക്കെ കണ്ടെത്തിയിരിക്കുന്ന പല ലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ പറയുന്ന ശക്തൻ തമ്പുരാനാണ് ഇത്തരത്തിൽ തൃശ്ശൂർ പൂരത്തിന് കൃത്യമായ ചില ക്രമങ്ങളും അതിൻ്റെ ആചാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് എന്നും ഈ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നിഖിൽ പ്രമേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ഈ പൂരനഗരിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നിഖിൽ, എന്തായാലും മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദുരന്ത പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ പൂരമെങ്കിൽ കൂടി തന്നെ കുടമാറ്റം വെട്ടിച്ചുരുക്കുന്നു, വെടിക്കെട്ട് ഒഴിവാക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം മുറ പോലെ നടക്കുന്നു എന്നത് വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ ഇനി തെക്കോട്ടിറക്കം നടക്കാൻ പോകുന്നു. എന്താണ് അവിടെ പൂരപ്രേമികൾ പറയുന്നത്? അവർ ഈ ദുഃഖം മറക്കുക എന്നതുകൂടിയുണ്ട്. പൂരത്തിൽ അലിയുന്നതുകൂടി തന്നെ അവരുടെ എല്ലാ ദുഃഖങ്ങളും അവർ മറക്കുന്നു എന്നതുകൂടിയുണ്ടല്ലേ? ജി.കെ. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് തൃശ്ശൂർ പൂരം. നാളെ ഇപ്പോൾ പകൽപൂരം കഴിയുന്നതോടുകൂടി വരുന്ന ഒരു പൂരക്കാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അക്ഷരാർത്ഥത്തിൽ അത് സത്യവുമാണ്. അതായത് ഈ കുടയൊരുക്കവും ഒക്കെയായി വരുന്ന ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അതിനിടയിൽ ഉണ്ടായ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമാണ്. ഒരുപക്ഷെ അതിന്റെ വേദനയിൽ നിന്നൊക്കെ മറന്നുകൊണ്ട് ഈ ദിവസമെങ്കിലും ആ വേദനകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവർ പൂരം കൊണ്ടാടുന്നത്. അല്പസമയത്തിനകം തന്നെ തെക്കോട്ടിറക്കം അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് 10,000-കണക്കിന് ആളുകൾ. നമുക്ക് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ഈ ടൂറിസ്റ്റ് ഹോമുകളിലൊക്കെ മുറി ബുക്ക് ചെയ്ത ആളുകളൊക്കെ അത് പിൻവലിച്ചു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നിരിക്കെ പോലും ഈ ആളുകൾക്ക് എന്തെങ്കിലും പഞ്ഞമുണ്ടോ എന്നൊന്ന് നോക്കൂ. എപ്പോഴെത്തിച്ചേർന്ന ആളുകളാണ് എന്നറിയാമോ? ഈ കുടമാറ്റം എന്ന കേവലം 15 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഇത്തവണ എന്ന് അറിയിച്ചിട്ട് പോലും അത് കാണുന്നതിന് വേണ്ടി മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടേക്ക് എത്തിച്ചേർന്ന പുരുഷാരത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാടധികം ആളുകൾ ഈ ഒരു നിമിഷം കുടമാറ്റം എന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നവരാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തി കാത്തിരിക്കുന്ന പൂരപ്രേമികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കടവരാൻ വരണം. എത്ര സമയമായി വന്നിട്ട്? കുറെ നേരമായി. ചൂടെന്നൊരു രാവിലെ ഒരു കുഴപ്പമില്ല. അവരുടെ ആവേശം അണപൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ആവേശം, അവരുടെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ കാത്തിരിപ്പ്. ഇരുഭാഗങ്ങളിൽ ഒന്ന് നോക്കൂ പ്രജിൻ, 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട് അവർ സൃഷ്ടിക്കുന്നുണ്ടോ? പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ ശാന്തരായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെല്ലാം തന്നെ ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ കുടമാറ്റം എന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ആ നിമിഷങ്ങൾ കാണാൻ വേണ്ടി. നമുക്ക് അല്പസമയം മുൻപ് നമ്മുടെ തൃശ്ശൂരിലെ പ്രതിനിധി ശ്രീജിത്ത്
പറഞ്ഞത് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് 10 കുടകളാണ് ഇത്തവണ പരസ്പരം, ഒരു വിഭാഗം 10 കുടകൾ, മറ്റൊരു വിഭാഗം 10 കുടകൾ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത് അല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ആളുകളുടെ ഇത്രയധികം എത്തിച്ചേർന്നിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു അല്പം ഈ കുട ഉയർത്താൻ, അതായത് ഒരു 15ഓളം ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരിക്കും. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു തവണ ഉപയോഗിച്ച കുടകൾ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് ഓരോ കുടകളുടെയും നിർമ്മാണത്തിനും. ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്, അവരൊക്കെ എപ്പോഴോ വന്ന് കാത്തിരിക്കുന്ന ആളുകളാണ്. ഈ കുടമാറ്റം കാണാൻ വേണ്ടി ഒരുപാട് സമയം മുൻപ് തന്നെ വന്ന്, ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു, അതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകളാണ്. എപ്പോ ഓക്കെ ഓക്കെ. ഇപ്പൊ വെയിലൊന്നും പ്രശ്നമായില്ല. ആരാ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ചേട്ടനോ? ബാംഗ്ലൂരിൽ നിന്ന്. ഓക്കെ. എന്ത് കാണാനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്? മാറ്റം കാണാൻ नहीं, इसका बारे में पहले एक बार देखना था, इसीलिए आया था. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങളിവിടെ ലുധിയാനയിലായിരുന്നു, പഞ്ചാബിലായിരുന്നു. ഇവിടെ 2-3 വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് എന്തൊക്കെ കണ്ടു? ഇന്നിപ്പോൾ ഞങ്ങൾ എലിഞ്ഞിത്ര മേളം കുറച്ച് കണ്ടു. തിരക്കാവുന്ന അധികം പോരാൻ പറ്റിയില്ലേ. ഫാമിലി ആയിട്ട് ഞങ്ങളിവിടെ നിൽക്കുക. ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വരുന്നവരാ. ഇവിടെ വീട് ബോംബെന്ന് വരുന്നവരാ. അതാണ് പ്രജിൻ ജിക്ക്. ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ പൂര ദിവസം ഇവിടെ എത്തിയില്ലെങ്കിലും മനസ്സിനൊരു തൃപ്തിയില്ല. സത്യം, അത് ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല. ഇങ്ങനെ വന്ന് വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നതിനൊരു 11 മണിയല്ലേ നിൽക്കുക. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അപ്പൊ ഇതായത് ഒരുപാടധികം ആളുകൾ ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തി ഇങ്ങനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പൊ അവരൊക്കെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.